ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. പുതിയതിലേക്ക് സ്വാഗതം. യെസ്, ഇന്ന് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്ന കാന്താര ലെജൻഡ് ചാപ്റ്റർ 1 റാപ്പ് വീഡിയോ അല്ലേ? അതെ, അതായത് നമ്മള് കാന്താര എങ്ങും, അതായത് ഒരു ഹിന്റ് പോലും ഇല്ലാണ്ട് ഒരു മൂവി വന്നു, ആ മൂവി ബൂം എന്നും പറഞ്ഞിട്ട് ഹിറ്റായി. ഹിറ്റായി പോകുന്നു. അതായത് ലൈക്ക് 16-17 ക്രോറിൽ നിർമ്മിച്ച ഒരു ചെറിയ ബഡ്ജറ്റ് മൂവി, പക്ഷെ ആ മൂവി തന്നെ ഇമ്പാക്ട് അല്ലെങ്കിൽ അതിന്റെ എനിക്കൊന്നു വൺ ഓഫ് ദ കന്നഡയിലെ എവർ ക്രോസിംഗ് മൂവി ആയിരുന്നു. അതുകാലത്ത് കർണാടകയിലെ മറ്റേ ഒരു ഫുൾ കൾച്ചർ, ഡീപ് കൾച്ചറും ആ ഒരു റൂട്ട്സിലുള്ള ഒരു മൂവി ആയിരുന്നു മൊത്തം. യെസ്, അപ്പം അതിന്റെ ഭാഗമായിട്ട് എല്ലാവരും പറഞ്ഞു ഇതിന്റെ 1 വേണം, 2 വേണം, സീക്വൽ വേണം, പ്രീക്വൽ വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഡയറക്ടർ ഋഷഭ് ഷെട്ടി വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ലൈക്ക് 2023 സ്റ്റാർട്ട് ചെയ്തത്. സോ ഇറ്റ്സ് ലൈക്ക് 250 days ഓഫ് ഷൂട്ടിംഗ് ആയിരുന്നു. അപ്പം എന്തായാലും അത് റാപ്പപ്പ് ആയിട്ടുണ്ട്. അപ്പം ഈ വർഷം തന്നെ നമുക്ക് ഇതിന്റെ മൂവി കാണാനുള്ള ഒരു അതുണ്ടായിരിക്കും അല്ലേ? യെസ്, പിന്നെ ഇതിന്റെ ഒരു ഗ്ലിംസ് വീഡിയോ വന്നായിരുന്നു, ഒരു മോഷൻ പോസ്റ്റ് പോലെ സംഭവം വന്നിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ കണ്ടിട്ട് അല്ല, ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. സോ നമുക്ക് എന്തായാലും റാപ്പപ്പ് വീഡിയോ കാണാം. ഒബ്വിയസ്ലി BTS ഒക്കെ ആയിരിക്കും അല്ലെ ആ ഷൂട്ടിങ്ങിന്റെ ടൈം. അപ്പൊ നമുക്ക് ഇപ്പോൾ റിയാക്ട് ചെയ്യാൻ ബാക്കി സംസാരിക്കാം. 3, 2, 1 step. ನಲ್ಲೊരു ಮ್ಯೂಸಿಕ್ ಅಲ್ಲ, ഒരു ಮ್ಯಾಜಿಕಲ್ ಅಡ್ವೆಂಚರ್. ನನ್ನದೊಂದು ಕನಸು, ನಮ್ಮ ಮಣ್ಣಿನ ಕಥೆನ ಇಡೀ ಪ್ರಪಂಚಕ್ಕೆ ಹೇಳಬೇಕು ಅಂತ. ನಮ್ಮ ಊರು, ನಮ್ಮ ಜನ, ನಮ್ಮ ನಂಬಿಕೆಗಳು. ನಾನಾ ಕನಸಿನ ಬೆನ್ನತ್ತಕ್ಕೆ ಶುರು ಮಾಡಿದಾಗ ಸಾವಿರಾರು ಜನ ನನ್ನ ಬೆನ್ನಿದ್ರು. 3 ವರ್ಷಗಳ ಪರಿಶ್ರಮ, 250 ದಿನಗಳ ಚಿತ್ರೀಕರಣ. ಎಷ್ಟೇ ಕಷ್ಟ ಬಂದರೂ ನಾನು ನಂಬಿದ ದೈವ ನನ್ನ ಕೈ ಬಿಡಲಿಲ್ಲ. Giving me goosebumps already. ನನ್ನ ಇಡೀ ತಂಡ, ನನ್ನ ನಿರ್ಮಾಪಕರು ನನ್ನ ಬೆನ್ನೆಲುಬಾಗಿದ್ರು. ಪ್ರತಿದಿನ ಸೆಟ್ಟಲ್ಲಿ ಸಾವಿರಾರು ಜನರನ್ನು ನೋಡ್ತಿದ್ದಾಗ ನನಗೆ ಕಾಡ್ತಿದ್ದ ವಿಷಯ ಒಂದೇ, ಇದು ಕೇವಲ ಸಿನಿಮಾ, ಇದೊಂದು ಶಕ್ತಿ. Yeah, actually. Man, this is going to be very huge. Thank you so much. I love you. Are you back? ಕಾಂತಾರದ ಪ್ರಪಂಚಕ್ಕೆ ನಿಮ್ಮೆಲ್ಲರಿಗೂ ಬ್ಯಾಕ್ಗ್ರೌಂಡ್ ಸ್ಕೋರ್ ഒക്കെ അല്ലേ? We are waiting. ഓക്കെ, വാവ്. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഭയങ്കര മാജിക്കൽ ആയിരുന്നു, ഭയങ്കര പവർഫുൾ. ഐ തിങ്ക് ഫസ്റ്റ് മൂവിയിലെ ആ സോങ് ആണെങ്കിൽ പോലും അത് തന്നെ കേൾക്കുമ്പോൾ നമുക്ക് ഇതിന് ഗൂസ് ബംസ് ഉണ്ട്. ഈവൻ എവറി ടൈം നമ്മളത് കേൾക്കുമ്പോൾ ഈ സെക്കൻഡ് ഇതിനകത്ത് ഐ തിങ്ക് ഡ്രംസിന്റെ ഒച്ച വരുന്നുണ്ട്, ആൻഡ് ഡംബ്രൂന്റെ ഒച്ച വരുന്നുണ്ട്. അടിപൊളി. ഇവൻ ഋഷഭ് ഷെട്ടി ഫുൾ അതിന്റെ ഒരു ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലേ? അതെ, ലൈക്ക് ഇത് കണ്ടല്ലറിയാം. ഇറ്റ്സ് നോട്ട് ലൈക്ക് ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് മാത്രമല്ല, ആ സ്ട്രഗിളും സംഭവങ്ങളും ഒക്കെ ഇതിനകത്ത് ഈവൻ BTSൽ കാണുന്നു വേണമെങ്കിൽ പറയാം. ഐ ഡോണ്ട് നോ മൂവി വരുമ്പം എന്തായിരിക്കും എന്നുള്ള രീതിയിൽ എല്ലാം മറ്റേ കൾച്ചറും കാര്യങ്ങളും ഒക്കെ ഫുൾ ഡീപ് റൂട്ടഡ് ആയുള്ള. അതെ അതെ. ആൻഡ് നമ്മൾ പിന്നെ ബാക്കിയുള്ള സംഭവങ്ങൾ നമ്മൾ VFX ആയിട്ട് ആൾക്കാരെ ഇങ്ങനെ കുത്തി നിർത്തുന്നതിന് പകരം ഇതിനകത്ത് റിയൽ ആൾക്കാരെ ഓരോ ദിവസം ഓരോ ആൾക്കാരാണ്, ഫേസ് ആണ് കാണുന്നത് എന്നുള്ള രീതിയിൽ. ഇതിന്റെ ബജറ്റ് എത്ര? ഞാൻ വെയിറ്റ് ചെയ്യും. മറ്റേ മൂവിന്റെ പറഞ്ഞ ഭയങ്കര ഷോക്ക് അല്ലായിരുന്നു, ഒരു 10-15. But I think this time like they have made a huge investment. Looks very huge. അതിന്റെ കുറെ ആൾക്കാരെയും വെച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ പുള്ളിക്കാരൻ പറയുന്ന രീതി ലൈക്ക് താങ്ക്സ് ടു എവരി വൺ അല്ലേ, എങ്ങനെയാണ് നമ്മള് ഇത്രയിലേക്ക് മൂവി ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ. ആൻഡ് ഇറ്റ്സ് നോട്ട് അബൌട്ട് എ മൂവി, ഇറ്റ്സ് അബൌട്ട് എ കൾച്ചർ. ആൻഡ് വി ആർ വെയിറ്റിംഗ്. ലൈക്ക് നമ്മൾ ആ എക്സ്പെക്ടേഷൻസ്
ഭയങ്കര ഹൈ ആയി എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് എനിക്കൊന്ന് സെയിം ടൈമിൽ തന്നെയാണ് റിലീസ് ആവുന്നത്. ലൈക്ക് ഫസ്റ്റ് ഇറങ്ങിയതും ഒക്ടോബർ ടൈം. ആ ഒരു ടൈമിൽ തന്നെയാണ് റിലീസ് ആയത്. ഇതും സെയിം ഒക്ടോബറിൽ തന്നെയാണ് റിലീസ് ആവുന്നു. ആൻഡ് ലുക്സ് ഗുഡ്. അല്ലേ? ജേർണി എൻഡ് ആവില്ല, ബിഗിൻ ചെയ്യുവാണ് നമ്മുടെ പറഞ്ഞു. ഓൾസോ ഇത് ചാപ്റ്റർ 1 ആണ്. യെസ്, ഇത് പ്രീക്വൽ ആണ്. നമ്മൾ നേരത്തെ കണ്ടത് സീക്വൽ ആണ്. അപ്പം എന്തൊക്കെയാണ് ഇതിന്റെ കുറെ ബാക്കിലെ കഥകള് മോർ ഇന്റൻസ് ആയിട്ടായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ലൈക്ക് വി ആർ ലൈക്ക് ജസ്റ്റ് വെയിറ്റ്. യെസ്, മോർ അപ്ഡേറ്റ്സ്. അപ്പം ഇനി ട്രെയിലർ വരാനുണ്ട്. ടീസർ പാട്ട് എന്തൊക്കെ ഇരിക്കുന്നുണ്ട്. കാത്തിരിക്കാം. യെസ്.